ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് അപ്പുറം ഇപ്പുറം മാറ്റി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാത്ത നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണ് വെച്ച് ചെയ്യുന്നില്ലെങ്കിൽ കൈ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റിലാണുള്ളത്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് ലൂസാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർ ലൂസായി പോകരുത്, എന്നാൽ അധികം കട്ടിയായി പോകരുത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ഹോൾസാക്കി കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കി നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കുക്കായി വരുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ ഒരു ജോയിൻ്റ് പോലെ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിടുന്ന സമയത്ത് 2 സ്പൂണ് വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊരു റൗണ്ടായിട്ടാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും. ഇതൊന്ന് ക്രിസ്പിയായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാകുമ്പോൾ പിന്നെ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് വെച്ച് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ സോസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.